ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. കാലസങ്കല്പം പ്രപഞ്ചത്തെ നയിക്കുന്ന ആത്യന്തിക ശക്തിയാണ് കാലം. അവിടെയെല്ലാം കാലത്തിൽ നിന്നുത്ഭവിക്കുന്നു. ഓരോ നിമിഷവും പ്രപഞ്ചത്തിൽ സൃഷ്ടിയും സംഹാരവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജനനവും മരണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാലമാണ് പ്രപഞ്ചഘടനയുടെ അടിസ്ഥാനം എന്ന് വ്യക്തമാകുന്നു. ന്യൂട്ടോണിയൻ സിദ്ധാന്തമനുസരിച്ചുള്ള കാലസങ്കല്പങ്ങളിൽ നിന്നും ശാസ്ത്രവും ഇന്ന് ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ത്രിമാനരൂപിയായി 3 ഡൈമെൻഷണൽ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രപഞ്ചം കാലമെന്ന 4മതൊരു മാനം കൂടി ഉൾച്ചേർന്നതാണെന്ന ഐൻസ്റ്റീൻ സിദ്ധാന്തമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. നീളം, വീതി, ഘനം എന്നീ 3 മാനങ്ങൾ മാത്രം ചേർന്നതല്ല പ്രപഞ്ചം എന്നും കാലമെന്ന 4മതൊരു മാനം കൂടി അതിനുണ്ട് എന്നും ആപേക്ഷികതാ സിദ്ധാന്തം തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നു. അതുപോലെ തന്നെ മനുഷ്യ ശരീരവും ത്രിമാനമായ മനുഷ്യ ശരീരവും കാലവും കൂടി ചേരുന്നതാണ് മനുഷ്യ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മാധവ്ജിയും തൻ്റെ പഠനങ്ങളിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു നിശ്ചിത സമയത്ത് പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയിൽ കാലമെന്ന മാനം കൂടി ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ സമയത്ത് ജനിക്കുന്ന വ്യക്തിയുടെ ജീവിതം അപ്പോഴുള്ള പ്രപഞ്ചഘടനയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത് യുക്തിസഹം തന്നെ എന്ന് വരുന്നു. ഈ പ്രപഞ്ചഘടനയെയാണ് ഒരു വ്യക്തിയുടെ ഗ്രഹനില കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതാണ് ഗ്രഹനില. കാലത്തെ ഒരു ഊർജ മേഖലയായി ഡേവിഡ് ഫ്രോളി വിശദീകരിക്കുന്നുണ്ട്. വിവിധ ഗ്രഹങ്ങളുടെ കാന്തിക മേഖലയും ഗുരുത്വാകർഷണ മേഖലയും ഉൾച്ചേർന്ന ഒരു ബാലൻസ്ഡ് സിസ്റ്റമാണ് സൗരയൂഥം. ഈ സന്തുലനം, ബാലൻസ് നിലനിർത്തുന്നതിന് ഗ്രഹങ്ങൾ തങ്ങളുടെ ഭ്രമണത്തിലൂടെ ഊർജം സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നു. ജ്യോതിഷത്തിൽ ദൃഷ്ടി എന്ന പേരിൽ ഇത് സൂക്ഷ്മമായി കണ്ടെത്തുന്നുണ്ട്. ഒരു നിശ്ചിത സമയത്ത് ഗ്രഹങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ഊർജത്തിൻ്റെ അളവ്, അതിൻ്റെ സ്വഭാവം, സ്വീകരിക്കുന്ന ഊർജത്തിൻ്റെ അളവ്, അതിൻ്റെ സ്വഭാവം എന്നിവ കണ്ടെത്തി വിശകലനം ചെയ്താൽ ആ സമയത്തിൻ്റെ പൊതു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സമയത്ത് നടക്കുന്ന ഒരു സംഭവത്തെ, ജനനം, വിവാഹം, അങ്ങനെ എന്തും ഇത് സ്വാധീനിക്കുകയും ചെയ്യും. എന്നാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഊർജ മേഖലകളുടെ സ്വഭാവത്തെയും അതിൻ്റെ ഗുണപരമായ വശത്തെയും അവ ജീവജാലങ്ങളിൽ ഉണ്ടാക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ സ്വാധീനങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുക എന്നത് അതിസങ്കീർണമായ ഒരു പ്രക്രിയയാണ്. അതിന് തക്കവിധം ആധുനിക ഭൗതിക ശാസ്ത്രം വളർന്നിട്ടുണ്ടോ എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ഭൂഗുരുത്വാകർഷണം എന്ന പ്രതിഭാസമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഒരു ആപ്പിൾ താഴെ വീഴുന്നത് എന്തുകൊണ്ട്? ഭൂഗുരുത്വാകർഷണം കൊണ്ട്. എന്നാൽ ഭൂഗുരുത്വാകർഷണം എന്തുകൊണ്ട് എന്ന ചോദ്യം കൂടി അടുത്തതായി നാം ചോദിക്കുകയാണെങ്കിൽ നാം അവിടെ തടഞ്ഞു നിൽക്കും. ദൈവത്തിൻ്റെ ലീലകൾ എന്ന് ചിലർ പറയും. പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് എന്ന് മറ്റു ചിലർ പറയും. ഇതുപോലെയുള്ള ഡെഡ് എൻഡ്സ് ശാസ്ത്രത്തിൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കുമുണ്ട്. ന്യൂട്ടൻ്റെ പ്രസിദ്ധമായ ഈ വരികൾ തന്നെയാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഡിസ്കവർ ദി കോസ് ഓഫ് ദോസ് പ്രോസ്പെർട്ടീസ് ഓഫ് ഗ്രാവിറ്റി ഫ്രം ഫിനോമിന and I frame no hypothesis. It is enough that gravity does really
exist and act according to the laws which well we have explained. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഭൂമിയിലെ ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് ജ്യോതിഷ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനം. അതെങ്ങനെയെന്ന് വിശദീകരിക്കുവാൻ നമുക്ക് എത്രമാത്രം കഴിയും? സ്ഥൂലോപകരണങ്ങൾ കൊണ്ട് സൂക്ഷ്മത്തെ അളക്കാൻ കഴിയില്ല എന്ന് ഉപനിഷത്തുക്കൾ വീണ്ടും വീണ്ടും പറയുന്നത് ഇവിടെ നാം വിനയപൂർവം അംഗീകരിക്കുകയാണ് വേണ്ടത്. ബ്രഹ്മാണ്ഡ പിണ്ഡാണ്ഡ സങ്കല്പത്തിൻ്റെ ശാസ്ത്രീയതയെ കുറിച്ച് മാധവ്ജിയുടെ ജ്യോതിശാസ്ത്രം ആധുനിക ശാസ്ത്രീയ ദൃഷ്ടിയിൽ എന്ന ലേഖനത്തിലെ ഒരു ഭാഗം ഉദ്ധരിക്കുന്നത് ഇവിടെ അപ്രസക്തമാവുകയില്ല. അദ്ദേഹം എഴുതുന്നു, ശ്രീചക്രപരമായ ദേവീ ഉപാസനയുടെ ഏറ്റവും ഉയർന്ന പടിയായി വ്യവഹരിക്കപ്പെട്ടു വരുന്നത് സ്വദേഹത്തെ ശ്രീചക്രഭാവേന അനുസന്ധാനം ചെയ്യുക എന്ന ഉപാസനാ മാർഗമത്രേ. പാവനോപനിഷത്ത് തുടങ്ങിയ രഹസ്യ ഉപനിഷത്തുകളിലും ഒട്ടേറെ തന്ത്രഗ്രന്ഥങ്ങളിലും ഇതിൻ്റെ വിശദാംശങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ശ്രീചക്രം പ്രപഞ്ചരൂപിയാണ് താനും. അതായത് പ്രപഞ്ചത്തിൻ്റെ സ്ഥൂലാദിഭാവങ്ങളുടെ സമഷ്ടി രൂപം തന്നെ. സാധകദേഹം ശ്രീചക്രരൂപിണിയാണെന്നും അത് തന്നെ ബ്രഹ്മാണ്ഡരൂപിണിയാണെന്നും ഉള്ള ഭാവനയ്ക്ക് ദാർഢ്യം വരുത്തി വ്യഷ്ടി ശരീരത്തിലെ കുണ്ടലിനി ശക്തിയെ തന്നെ ബ്രഹ്മാണ്ഡ അന്തർഗതയായ പരബ്രഹ്മ മഹിഷിയായ സാക്ഷാൽ ത്രിപുരസുന്ദരിയായി ഉപാസിച്ച് തദ്വാര ജീവ ബ്രഹ്മണോരൈക്യാനുസന്ധാനം സാധിതപ്രായമാക്കുകയാണ് ഈ ഉയർച്ച ഉപാസനയുടെ ലക്ഷ്യം. അത് കാരണം വ്യഷ്ടിയിൽ കുണ്ടലിനി ശക്തി ഉണരുകയും പ്രാപഞ്ചികമായ ഐശ്വര്യ പ്രതിഭാസങ്ങൾ ഉണർന്ന ത്രിപുരസുന്ദരിയാണല്ലോ വ്യഷ്ടിയിലും ക്രമേണ ഭാസമാനമാകാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ മനുഷ്യൻ സിദ്ധനാകാൻ തുടങ്ങുകയായി. ആർക്ക് വേണമെങ്കിലും സ്വയം പരീക്ഷണം ചെയ്ത് അനുഭവവേദ്യമാക്കി തീർക്കാവുന്നതാണെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ശാസ്ത്രീയ മുറകളാണ് ഈ ഉപാസനാ മാർഗം. ശ്രീചക്ര രൂപേണയുള്ള ത്രിപുരസുന്ദരിയുടെ സാധനം. അനേകം പേർ ഈ വഴിയെ പോയി സിദ്ധത്വം നേടിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും നേടുകയും ചെയ്യാം. അപ്പോൾ മേൽപ്പറഞ്ഞ പിണ്ഡാണ്ഡ ബ്രഹ്മാണ്ഡ ഐക്യ സിദ്ധാന്തത്തിന് ഈ പറഞ്ഞ യോഗമന്ത്ര ഉപാസനാ മാർഗങ്ങൾ ഒരു പരീക്ഷണ തെളിവ്, എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ആയെങ്കിലും സ്വീകരിക്കാമല്ലോ. ആധുനിക ശാസ്ത്രീയ പുരോഗതിയും ഈ മാർഗത്തിൽ കൂടിയാണല്ലോ ഒരു സിദ്ധാന്തം കൈവന്നിട്ടുള്ളത്. പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾക്ക് യുക്തമായ ഒരു സിദ്ധാന്തമുണ്ടാകുന്നത് ഈ നിലയ്ക്കുള്ള ചില സാങ്കല്പിക ഹൈപ്പോത്തസിസ് സത്യങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് തന്നെയാണ്. ചില സാങ്കല്പിക സത്യങ്ങളിൽ അടങ്ങിയിട്ടുള്ളതല്ലേ ഈ പ്രതിഭാസങ്ങൾ, യുക്തമായ ഒരു സിദ്ധാന്തങ്ങൾ? ഇതെല്ലാം പ്രകാശത്തിൻ്റെ ഗതിവേഗമാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഗതിവേഗമെന്ന സങ്കല്പത്തിന്മേലാണ് ഐൻസ്റ്റീൻ തന്നെ പഴയ ക്ലാസിക്കൽ ഊർജതന്ത്രത്തിൻ്റെ അടിക്കല്ലുകൾ ഇളക്കിയ തൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം, തിയറി ഓഫ് റിലേറ്റിവിറ്റി പടുത്തുയർത്തിയത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ മാർഗത്തിനനുസൃതമായി തന്നെ ഈ അന്വേഷണ സരണിയും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിഗമനങ്ങളും എന്ന് സ്ഥാപിക്കുവാൻ തന്നെയാണ് ഇത്രയും പറഞ്ഞത്. ഇപ്പം തിയറി ഓഫ് റിലേറ്റിവിറ്റി പടുത്തുയർത്തിയത് അതിലൂടെയാണ്. ഇതാണ് കാലസങ്കല്പം. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.